1948 നടന്ന യുദ്ധത്തിൽ തേനീച്ചകളായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ അസാധാരണ യുദ്ധവിജയങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തോ അമാനുഷികമാകുന്ന ഒരു കരം അവരുടെ കൂടെ പ്രവർത്തിക്കുന്നുവെന്ന് ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപടത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ബിന്ദു പോലെയുള്ള ഒരു രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു ഭയവും ഒരു അത്ഭുതവുമായി നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിൻ്റെ ഇപ്രകാരമുള്ള അമാനുഷിക യുദ്ധവിജയങ്ങളുടെ ചരിത്രം പല ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ അവൈലബിളാണ്. അതുകൊണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇസ്രായേലിൻ്റെ ഫോറിൻ ലാൻഡ് ഓപ്പറേഷൻസിൽ എന്നെ ഏറ്റവും ത്രസിപ്പിച്ച ഒരു സംഭവം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പാഠഭേദത്തിലൂടെ പങ്കുവെക്കാം. എൻഡബി വിക്ടറി, എൻഡബി റെയ്ഡ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന, പിന്നീട് ജോനാഥാൻ അല്ലെങ്കിൽ യോനാഥാൻ ഓപ്പറേഷൻ എന്നൊക്കെ പേര് മാറ്റിയ ഒരു റെയ്ഡുണ്ട്. അതായത് ആഫ്രിക്കയിലെ, നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ല, ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് തട്ടിക്കൊണ്ടുപോയ, ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയ ഒരു വിമാനത്തിലെ ഇസ്രായേലികളെ രക്ഷിച്ച, യഹൂദന്മാരെ രക്ഷിച്ച അതിസാഹസികമാകുന്ന ഒരു റെയ്ഡിൻ്റെ കഥ. പിന്നീട് അത് എൻഡബി റെയ്ഡ് എന്ന പേരിൽ ഒരു സിനിമയായി മാറുവാനിടയായി തീർന്നു 1977. 1976 ജൂലൈ മാസത്തിലാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. 76 ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് പാരീസിലേക്ക് പോയ ഒരു വിമാനം ഏതൻസിൽ വെച്ച് തട്ടിയെടുക്കുന്നു. ഏതൻസിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ പുതുതായി 4 യാത്രക്കാർ പ്രവേശിക്കുന്നു. അതിൽ 2 പേര് പാലസ്തീനികളാണ്, 2 പേര് ജർമ്മൻകാരാണ്. ഏതൻസിൽ നിന്ന് പറന്നുയർന്ന വിമാനം തട്ടിയെടുത്തുകൊണ്ട് അവർ ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് കൊണ്ടുവരുന്നു. ഉഗാണ്ടയ്ക്ക് ആ കാലഘട്ടത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇന്നും നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു ക്രൂരനാകുന്ന, നരഭോജിയാണെന്ന് വരെ ചരിത്രം പറഞ്ഞിട്ടുള്ള ഈദി അമീൻ ഭരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടെററിസ്റ്റുകൾ, പലസ്തീനെ വിമോചിപ്പിക്കുവാൻ ആഗ്രഹമുള്ള ടെററിസ്റ്റുകൾ, 2 ജർമ്മൻ തീവ്രവാദികൾ കൂടി ഈ ഫ്ലൈറ്റ് തട്ടിയെടുത്ത് 250-ലധികം യാത്രക്കാരുള്ള ഫ്ലൈറ്റാണെന്ന് ഓർക്കണം. ഈദി അമീൻ്റെ ഉഗാണ്ടയിലെ എൻഡബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവർ വില വശുവാൻ തുടങ്ങുന്നു. ആദ്യം തന്നെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഇസ്രയേലികളല്ലാത്തവരെന്ന് അവർക്ക് തോന്നിയവരെ, യഹൂദനല്ലെന്ന് അവർക്ക് തോന്നിയവരൊക്കെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഒഴിവാക്കി. ഇസ്രയേലികളെ മാത്രം ബന്ദികളാക്കി വെച്ചു. ഇനിയും ശ്രദ്ധിക്കണം, ഉഗാണ്ടയുടെ ഈദി അമീൻ്റെ സൈന്യം ഈ ടെററിസ്റ്റുകൾക്ക് സപ്പോർട്ട് കൊടുത്തു. അവരാണ് ഈ ഫ്ലൈറ്റിന് കാവൽ നിന്നത്. ഇസ്രയേലികളെ മാത്രം വെച്ച് വിലപേശുകയാണ്. 100-ലധികം തടവുകാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള തടവുകാരെ വിമോചിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിൽ 50ഓളം ആളുകൾ പാലസ്തീനിയൻ തടവുകാർ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലുള്ളവരാണ്, ജയിലിലുള്ളവരാണ്. ഇവരെ വിമോചിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇസ്രയേൽ ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് പിന്നീട് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന ഷിമോൺ പെരസ്, അവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇസ്താഖ് റാബീൻ, ഇസ്രയേലിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി, അവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഇസ്രയേൽ എന്താ ചെയ്തതെന്നറിയാമോ? ഇസ്രയേൽ അവരുടെ രഹസ്യ അന്വേഷണ സംഘടനയെ കൊണ്ട് എവിടെയാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതാണ്ട് കുറേ സമയങ്ങൾ കൊണ്ട് അവർ പഠിച്ചെടുത്തു. അവരൊരു തീരുമാനമെടുത്തു, ഈ എയർപോർട്ട് റെയ്ഡ് ചെയ്യുക, ഇസ്രയേലി വിമാനങ്ങൾ അയച്ച് ഈ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ വിമാനത്തിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കുക. ഇത് വളരെ സാഹസികമായ ഒരു ശ്രമമായിരുന്നു. അവർ പ്ലാൻ ചെയ്തു, 1 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ കഴിയണം. എന്ത് ബുദ്ധിയാണ് ഇസ്രയേൽ ചെയ്തതെന്നറിയാമോ? 4 വലിയ ചരക്ക് വിമാനങ്ങളിൽ ഇസ്രയേൽ അവരുടെ സൈന്യത്തെ അയച്ചു. ആദ്യം പോയ വിമാനം, ആ വിമാനം അതിനകത്ത് ഒരു മെഴ്സിഡസ് കാറുണ്ടായിരുന്നു. അന്നത്തെ ഉഗാണ്ടൻ ഭരണാധികാരി ഈദി അമീൻ ഉപയോഗിക്കുന്ന അതേ കളറുള്ള, അതേ രൂപത്തിലുണ്ടാക്കിയ ഒരു മെഴ്സിഡസ് കാർ. അതോടൊപ്പം തന്നെ ഉഗാണ്ടൻ സൈന്യത്തിൻ്റെതെന്ന് തോന്നുന്ന
2 പട്ടാള ജീപ്പുകൾ. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ വിമാനത്തിൽ, കാർഗോ വിമാനത്തിൽ അവർ കൊണ്ടുപോയത്. ആ കാർഗോ വിമാനം ആദ്യം ലാൻഡ് ചെയ്യുന്നു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ വിമാനത്തിൽ നിന്ന് ഒരു കൂട്ടം സൈനികരും അവരോടൊപ്പം 2 ജീപ്പുകൾ, ആ ജീപ്പുകളിൽ ഉഗാണ്ടൻ സൈന്യത്തെ പോലെ വേഷം ധരിച്ച കുറേ പട്ടാളക്കാർ, അതോടൊപ്പം തന്നെ ഈദി അമീൻ എന്ന് തോന്നുന്ന ഒരു ലുക്കലൈക്ക് ഒരു വ്യക്തിയെ ഒരു മെഴ്സിഡസ് കാറിൽ ആ വിമാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. റാഞ്ചപ്പെട്ട, ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം എൻഡബി എയർപോർട്ടിൻ്റെ പഴയ ടെർമിനലിലാണ് കിടക്കുന്നത്. അവിടേക്ക് ഈ വാഹന വ്യൂഹം പതിയെ ചെല്ലുന്നു. കാഴ്ചക്കാർ കണ്ടാൽ ഓർക്കും ഇത് ഈദി അമീൻ തൻ്റെ മെഴ്സിഡസ് കാറിൽ വരികയാണെന്ന് ഓർക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ റാഞ്ചിയ വിമാനത്തിലെ തീവ്രവാദികൾ നോക്കുമ്പോൾ അവർ കാണുന്നത് ഈദി അമീൻ തൻ്റെ മെഴ്സിഡസ് കാറിൽ വരുന്നു, അതിൻ്റെ കൂടെ 2 ഉഗാണ്ടൻ സൈനികരുടെ ജീപ്പുകൾ വരുന്നു. അവർക്ക് പെട്ടെന്ന് സംശയമൊന്നും തോന്നുകയില്ല. അങ്ങനെ ആ ഓൾഡ് ടെർമിനലിൻ്റെ അടുക്കലേക്ക് ഈ വാഹന വ്യൂഹം പോകുമ്പോൾ ശ്രദ്ധിക്കണമേ, ആദ്യത്തെ കാർഗോ ഫ്ലൈറ്റ് മാത്രമേ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. പ്ലാനിങ് സെക്കൻഡ് കാർഗോ ഫ്ലൈറ്റ് 6 മിനിറ്റ് കഴിയുമ്പോൾ ലാൻഡ് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡ് കാർഗോ ഫ്ലൈറ്റിലാണ് ഇവർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ ബാക്കി പട്ടാളക്കാർ വരുന്നത്. വ്യവസ്ഥ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന 6 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ റാഞ്ചപ്പെട്ട വിമാനത്തിലെ ടെററിസ്റ്റുകളെ കീഴടക്കിയിരിക്കണം. കൃത്യമായി ആ ദൗത്യം ചെയ്തിരിക്കണം. എന്തായാലും ഈ പറഞ്ഞ ഈ ഇസ്രയേലി വാഹന വ്യൂഹം ആ പഴയ ടെർമിനലിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരു ഉഗാണ്ടൻ സൈനികന് ഒരു സംശയം തോന്നി. വഴിയിൽ കണ്ട ഒരു സൈനികന് അവന് സംശയം തോന്നി എന്ന് ഇസ്രയേലിന് മനസ്സിലായപ്പോൾ ഇസ്രയേലിൻ്റെ പട്ടാളക്കാർ അവനെ വെടിവെച്ച് താഴെയിട്ടു. ആദ്യത്തെ വെടിശബ്ദം, ആ വെടിശബ്ദം റാഞ്ചപ്പെട്ട വിമാനത്തിലെ തീവ്രവാദികളെ അലേർട്ട് ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ വരുന്നത് ഉഗാണ്ടൻ പ്രസിഡൻ്റ് ഒന്നുമല്ല. ഏതായാലും പെട്ടെന്ന് തന്നെ വെടിവെപ്പ് ആരംഭിച്ചു. 6 മിനിറ്റിനുള്ളിൽ ഇസ്രയേൽ സൈന്യം വിമാനത്തിനകത്ത് കയറി ഈ പറഞ്ഞ ടെററിസ്റ്റുകളെ വെടിവെച്ച് താഴെയിട്ടു. ആ വെടിവെപ്പിൽ അന്ന് ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു യോനാഥാൻ. യോനാഥാൻ്റെ പേരിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് ഈ ദൗത്യത്തിൻ്റെ പേര് യോനാഥാൻ ഓപ്പറേഷൻ എന്ന് മാറ്റുവാനിടയായി തീർന്നു. പഴയ യോനാഥാനെ ഓർമ്മയില്ലേ? ശൗലിൻ്റെ മകൻ യോനാഥാൻ ഫിലിസ്തീനയുടെ പാളയത്തേക്ക് ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്ത ആ യോനാഥാനെ ഓർപ്പിക്കുന്ന മറ്റൊരു യോനാഥാൻ. എന്താണെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ഓപ്പറേഷൻ അവർ ഫിനിഷ് ചെയ്തു. അടുത്ത 20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിമാനത്തിലുണ്ടായിരുന്ന ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെ മുഴുവൻ മോചിപ്പിച്ചു. 4ാമത്തെ വിമാനം ലാൻഡ് ചെയ്തു. 4ാമത്തെ വിമാനം എംപ്റ്റി ആയിരുന്നു, ഖാലിയാണ് കൊണ്ടുവന്നത്. കാർഗോ വിമാനം എന്തിനു വേണ്ടി കൊണ്ടുവന്നതെന്നറിയാമോ? ആ വിമാനത്തിലാണ് ഈ മോചിക്കപ്പെട്ടവരെയെല്ലാം തിരിച്ചു കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഒരു എംപ്റ്റി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. 58 മിനിറ്റിനുള്ളിൽ, 1 മണിക്കൂറെന്നാണ് അവർ പ്ലാൻ ചെയ്തതെങ്കിൽ 58 മിനിറ്റിനുള്ളിൽ ഇസ്രയേലിൻ്റെ സൈന്യം ഇറങ്ങി റാഞ്ചിയ വിമാനത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ച് തിരിച്ച് പറന്ന് പൊങ്ങി. ആ പറന്നുപോയ കൂട്ടത്തിൽ ഇസ്രയേലിൻ്റെ ഫാൻറ്റം ജെറ്റ് വിമാനങ്ങൾ, പണ്ടങ്ങോ റഷ്യക്കാർ ഈ ഉഗാണ്ടക്കാർക്ക് കുറേ മിഗ് ഫൈറ്റർ വിമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് മുഴുവൻ തകർക്കാനും മറന്നില്ല. കാരണം ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഉഗാണ്ടയിൽ നിന്ന് ഇവരെ ആക്രമിക്കുവാൻ, പറന്നു പൊങ്ങുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ, അതായത് ഇവരുടെ മിഗ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞു. അവസാനം വന്ന ആ എംപ്റ്റി ആയിട്ടുള്ള കാർഗോ ഫ്ലൈറ്റിൽ മാത്രമായിരുന്നു തിരിച്ച് ഇസ്രയേലിൽ ഇറങ്ങുവാനുള്ള ഇന്ധനമുണ്ടായിരുന്നത്. ബാക്കി 3 ഫ്ലൈറ്റുകൾക്കും തിരിച്ചു പറക്കാനുള്ള ഇന്ധനമില്ലായിരുന്നു. അതൊരു വലിയ പ്രശ്നമായി മാറി. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇസ്രയേലിന് അന്ന് അനുകൂലമല്ലായിരുന്നു. അല്പമെങ്കിലും സിമ്പതി ഉണ്ടായിരുന്നത് കെനിയയ്ക്ക് മാത്രമാണ്. അവസാനം കെനിയയിലിറങ്ങി ഇന്ധനം നിറച്ച് ദൗത്യം പൂർത്തീകരിച്ച് അവർ ഇസ്രയേലിലിറങ്ങി. ഇതൊരു വലിയ ഫിലിമായി മാറി. എൻഡബി റെയ്ഡ് എന്ന പേരിൽ 1977 ഒരു
മൂവി പുറത്തിറങ്ങുവാനിടയായി തീർന്നു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഇസ്രയേലിൻ്റെ പേര് മാറ്റിയ ഒരു സംഭവം എന്ന് പറയാം. ഇസ്രയേലിനെ തൊട്ടാൽ ലോകത്തിലേത് രാജ്യത്താണെങ്കിലും അവരിറങ്ങി റെയ്ഡ് നടത്തുവാൻ അവർക്ക് പ്രാപ്തിയുണ്ടെന്ന് തെളിയിച്ച ഒരു സംഭവമാണ് 1976 എൻഡബി റെയ്ഡ് അല്ലെങ്കിൽ എൻഡബി വിക്ടറി അല്ലെങ്കിൽ യോനാഥാൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മുംബൈ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായ സമയത്ത് ചബാദ് ഹൗസ് ആക്രമിക്കപ്പെട്ടപ്പോൾ യഹൂദന്മാർ പാർക്കുന്ന യഹൂദന്മാരുടെ ബിൽഡിങ്ങാണ് അത് ചബാദ് ഹൗസ് എന്ന് പറയുന്നത്. യഹൂദ മതത്തിൻ്റെ ബിൽഡിങ്ങാണ്. അവിടെ അന്ന് ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്കൊരവസരം എന്താ, ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ മുഴുവൻ തുരത്തി ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ആളുകളെ പുറത്തു കൊണ്ടുവരാമെന്നൊക്കെ അവകാശപ്പെടുവാനിടയെ തീർന്നു. പക്ഷേ അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിച്ച് ആ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും കുറേ ചരിത്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇസ്രായേലിനെ കുറിച്ചുള്ള വീരകഥകളുടെ കൂട്ടത്തിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു കഥ ഓർപ്പിച്ചു എന്ന് മാത്രം.